കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. ആഹ്വാനം ചെയ്ത ബന്ദിൽ സംഘർഷം. ബി.ജെ.പി. നേതാവ് പ്രിയങ്കു പാണ്ഡെയുടെ വാഹനത്തിന് നേരെ വെടിവെപ്പുണ്ടായി. പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തിയ മുൻ എം.പി. രൂപ ഗാംഗുലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പലയിടങ്ങളിലും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി അമിഷ പ്രദീപ് ചേരുന്നു. അമിഷ, എങ്ങനെയാണ് വിശദാംശങ്ങൾ? കാളിദാസ്, കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടന്നിരുന്നു. ഈ മാർച്ചിൽ പങ്കെടുത്ത 200ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ വിട്ടയക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ബി.ജെ.പി. പ്രവർത്തകർ ഇന്ന് ബന്ദ് നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ബന്ദിൽ ബി.ജെ.പി. നേതാവായ പ്രിയങ്ക പാണ്ഡെയ്ക്ക് നേരെ കാറിന് നേരെ വെടിയുയർത്തിയിരിക്കുകയാണ്. ബാഡ്വാരയിൽ വെച്ചാണ് വെടി ഉതിർത്തുന്നത്. ഇത് അർജുൻ സിംഗ്, ബി.ജെ.പി. നേതാവ് അർജുൻ സിംഗ് ആണ് ഈ ഒരു കാര്യം അറിയിക്കുന്നത്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കൂടെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടായി എന്നുള്ളതാണ് ഒരു കാര്യം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡ്രൈവർക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. വെടിവെപ്പിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രിയങ്കു പാണ്ഡെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ വെടിവെപ്പുണ്ടായ ഈ സ്ഥലത്തു നിന്നും ബോംബ് ഷെല്ലുകൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവർക്ക് നേരെ വെടിവെപ്പ് ഉയർത്തിയത്. മാത്രമല്ല നാദിയയിലും ബംഗൽബാരിയിലും ചൗഗങ്കിയിലും ബി.ജെ.പി. തൃണമൂൽ കോൺഗ്രസ് തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഈ ബന്ദിൽ പങ്കെടുത്ത മുൻ ബി.ജെ.പി. എം.പി. രൂപ ഗാംഗുലി, ലോക്കറ്റ് ചാറ്റർജി, രാഹുൽ സിൻഹ തുടങ്ങിയ നിരവധി ബി.ജെ.പി. പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഒരു പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പോലീസ് ഈ അടിച്ചമർത്തലുകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ പാർട്ടി പശ്ചിമ ബംഗാൾ സ്തംഭിപ്പിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു കാര്യത്തിൽ മമതാ ബാനർജിയും ഒരു പ്രതികരണമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ ഛത്ര പരിഷത്ത് സ്ഥാപക ദിനം ഈ യുവ ഡോക്ടറുടെ കൊലപാതകത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഈ സംഭവത്തിൽ അതിയായ ദുഃഖമുണ്ട് എന്നാണ് മമതാ ബാനർജി എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഈ ബന്ദ് തുടങ്ങി ഇത്ര മണിക്കൂറോളം ആകുമ്പോഴേക്കും പല സ്ഥലങ്ങളിലും റോഡ് ഉപരോധിക്കുകയും ട്രെയിൻ ഗതാഗതം ഉപരോധിക്കുകയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷവും വെടിവെപ്പ് അതുപോലെ തന്നെ ബോംബ് ആക്രമണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വളരെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലാണ് ഈ സംഘർഷമായി ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ഈ ബന്ദ് സമാധാനപരമായി മുന്നോട്ട് പോകുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല സർക്കാർ ഈ ഒരു ബന്ദിനെ അനുകൂലിക്കുന്നില്ല. ഈ കടകളും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളുമെല്ലാം തുറന്നു പ്രവർത്തിച്ച് സാധാരണഗതിയിൽ മുന്നോട്ട് പോകും. പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളും കൂടുതൽ സംഘർഷഭരിതങ്ങളും ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാളിദാസ്. ശരി, കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. ആഹ്വാനം ചെയ്ത ബന്ദിലാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷം തന്നെ നടന്നിരിക്കുന്നു. ബി.ജെ.പി. നേതാവ് പ്രിയങ്കു പാണ്ഡെയുടെ വാഹനത്തിന് നേരെ വെടിവെപ്പുണ്ടായി. പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തിയ മുൻ എം.പി. രൂപ ഗാംഗുലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പലയിടങ്ങളിലും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം സമഗ്ര വിവരമാണ് അമിഷ പ്രദീപ് നൽകിയത്.